ഡൊത്രാക്കികളുടെ തലവനായ കാൾ ഡ്രാഗോ ഒന്ന് രണ്ട് സിംബന്ധികളുമായി ഡെനേരീസ് ടാർഗേറിയനെ കാണാനായി നിലവിൽ അവൾ താമസിക്കുന്ന പാൻഡോസിലെ ഇല്ലേരിയയുടെ കൊട്ടാരത്തിലെത്തും. കുതിരപ്പുറത്തു നിന്നും ഇറങ്ങാതെ ഡെനേരീസിനെ കുറച്ചുനേരം നോക്കി നിന്ന ശേഷം കാൾ ഡ്രാഗോ സിംബന്ധികളുമായി മടങ്ങിപ്പോകും. ഡൊത്രാക്കികൾ ഒരേ സ്ഥലത്ത് തന്നെ ഒരുപാട് നാൾ താമസിക്കാത്തതിനാൽ ഉടൻ തന്നെ വിവാഹം നടത്തേണ്ടി വരുമെന്ന് ഇല്ലേരിയോ വിസേരിസ് ടാർഗേറിയനോട് പറഞ്ഞു. അതേസമയം വിന്റർഫെല്ലിൽ വലിയ ഒരു വിരുന്ന് നടക്കുന്നു. നെഡ് സ്റ്റാർക്കിന്റെ ഇളയ സഹോദരൻ ബെഞ്ചൻ സ്റ്റാർക്ക് അങ്ങോട്ടേക്ക് വരും. നൈറ്റ് വാച്ചിലെ റേഞ്ചറാണ് ബെഞ്ചൻ സ്റ്റാർക്ക്. പുറത്തുനിന്ന് വാൾപേറ്റ് അഭ്യസിച്ചുകൊണ്ട് നിന്ന ജോൺ സ്നോയോട് വിരുന്നിന് പോയില്ലേ എന്ന് ബെഞ്ചൻ ചോദിച്ചപ്പോൾ ഒരു ബാസ്റ്റഡിനെ വിരുന്നിനിരുത്തിയാൽ കുടുംബത്തിന് മാനക്കേടാണെന്ന് കാറ്റലിൻ സ്റ്റാർക്ക് പറഞ്ഞെന്ന് ബെഞ്ചനോട് ജോൺ പറഞ്ഞു. ഈ പ്രാവശ്യം തിരികെ പോകുമ്പോൾ തന്നെ കൂടെ നൈറ്റ് വാച്ചിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ജോൺ സ്നോ ബെഞ്ചൻ സ്റ്റാർക്കിനോട് ചോദിക്കും. അതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് ബെഞ്ചൻ അവിടെ നിന്ന് പോകും. അപ്പോൾ അങ്ങോട്ടേക്ക് രാജ്ഞി സെർസി ലാനിസ്റ്ററുടെയും കിങ്സ് ഗാർഡ് ജെയ്മി ലാനിസ്റ്ററുടെയും സഹോദരനായ ടിരിയൻ ലാനിസ്റ്റർ കടന്നുവരും. ബാസ്റ്റഡെന്ന് ജോൺ സ്നോയെ ടിരിയൻ വിളിക്കുമ്പോൾ ഇഷ്ടപ്പെടാതെ വിഷമത്തോടെ അവിടെ നിന്നും പോകാനൊരുങ്ങുമ്പോൾ ടിരിയൻ പറഞ്ഞു, നീ എന്താണെന്നും ആരാണെന്നും ഒരിക്കലും മറക്കരുത്. കാരണം ലോകം അത് മറക്കില്ല. ഒരു പരിച പോലെ നീ അതിനെ അണിഞ്ഞാൽ ആർക്കും നിന്നെ അതുപയോഗിച്ച് വേദനിപ്പിക്കാൻ പറ്റില്ല. പൊക്കം കുറവായതിനാൽ തന്നെ എല്ലാവരും കളിയാക്കുന്നതും തന്റെ അച്ഛന്റെ മുന്നിൽ പോലും താനൊരു ബാസ്റ്റഡിനെ പോലെ അവഗണിക്കപ്പെടുന്നു എന്നും പറഞ്ഞ് ടിരിയൻ പോകും.